അസ്സലാമലൈക്കും ഉസ്താദുമാരെ, സ്നേഹനിധികളായ രക്ഷിതാക്കളുടെ നമ്മുടെ മദ്രസ സംഘടിപ്പിച്ച ഈ ധന്യമായ വേദിയിൽ ഒരു കൊച്ചു കഥ നിങ്ങൾക്ക് പറഞ്ഞു തരാനാണ് ഞാൻ ഇവിടെ വന്നത്. പ്രവാചക ചരിത്രത്തിലെ പ്രസിദ്ധമായ സംഭവബഹുലമായ ചരിത്ര പുസ്തകത്തിൽ നിന്നും ഒരു ചെറിയ ഏട്. കഥയുടെ പേര് പ്രവാചകർ പ്രശ്നപരിഹാരങ്ങളുടെ കോടതി. പണ്ട് വളരെ പണ്ട് അറബികൾക്കിടയിൽ തൻ പൊരുമയും തറവാടുമായും കൊടി കുത്തി വാണിടുന്ന കാലം. ഞങ്ങളുടെ ഗോത്രക്കാരാണ് ഉന്നതരെന്നും മാത്രമുള്ള ഗോത്രക്കാരെന്നും വാദിക്കുകയും അതിനുവേണ്ടി വേണ്ടി നടക്കുകയും ചെയ്തിരുന്ന മക്കൾക്കിടയിൽ അന്നൊരു വലിയ തർക്കം ഉടലെടുത്തു. മക്കയിൽ നടന്ന വലിയ വെള്ളപ്പൊക്കം കാരണം കഅബാലയത്തിന് കേടുപാടുകൾ സംഭവിച്ചു. അങ്ങനെ കഅബാലയം പുതുക്കി പണിയാൻ മക്കക്കാർ തീരുമാനിച്ചു. അങ്ങനെ എല്ലാവരും അവരെ കൊണ്ട് കഴിയുന്ന രൂപത്തിലൊക്കെ കഅബാലയം പുതുക്കി പണിയാൻ പങ്കാളികളായി. ചിലർ കല്ല് ചുമക്കുന്നു, മറ്റു ചിലർ മണ്ണ് കൊണ്ടുവരുന്നു, ഒരു കൂട്ടർ ജോലിയിൽ ഏർപ്പെടുന്നവർക്ക് ഭക്ഷണം പാകം ചെയ്യുന്നു. അങ്ങനെ പടമറിയുന്നവർ ഭംഗിയായി കഅബാലയം പടർത്തുയർത്തുന്നു. അങ്ങനെ കഅബാലയത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് മാറുമ്പോഴാണ് നമ്മുടെ കഥയുടെ ക്ലൈമാക്സ് വരുന്നത്. കഅബാലയത്തിൽ നേരത്തെ തന്നെ ഉണ്ടായിരുന്ന സ്വർഗീയ കല്ല് അഥവാ ഹജറുൽ അസ്വദ് അതിൻ്റെ സ്ഥാനത്ത് ആര് സ്ഥാപിക്കും? അങ്ങനെ അവർക്കിടെ അതൊരു തർക്കമായി. ഞാൻ വെക്കാം ആരും വിട്ടടിക്കുന്നില്ല. ഞങ്ങളുടെ ഗോത്രക്കാരാണ് അത് സ്ഥാപിക്കാൻ അർഹരെന്ന് വധിച്ച് രംഗം വഷളാക്കി. പലരും പല വഴികളും മുന്നോട്ട് വെച്ചെങ്കിലും ആരും സ്വീകരിച്ചില്ല. അങ്ങനെ തർക്കം മൂർച്ഛിച്ച് ഒരു സംഘർഷണത്തിലേക്ക് മാറുന്ന ഘട്ടം വന്നപ്പോൾ അതിൽ ഒരു മുതിർന്ന ഒരാൾ ഒരു അഭിപ്രായം മുന്നോട്ട് വെച്ചു. കഅബാലയത്തിലേക്ക് ആദ്യം വരുന്ന ആളെ നമുക്ക് മധ്യസ്ഥനാക്കാം. അദ്ദേഹം പറയുന്ന പരിഹാരം നാം സ്വീകരിക്കണം. എല്ലാവരും സമ്മതിച്ചു. ഇനി ആദ്യം കഅബാലയത്തിലേക്ക് ആര് വരുന്നെന്ന് വഴിയോരത്തേക്ക് കണ്ണ് നട്ടിരിക്കുകയായി. കുറച്ച് സമയത്തിന് ശേഷം അതാ ഒരു ചെറുക്കുള്ള ചെറുപ്പക്കാരൻ നടന്നു വരികയാണ്. എല്ലാവരും ആകാംക്ഷയോടെ ആ വരുന്ന ആളെ തന്നെ നോക്കിയിരുന്നു. അടുത്തെത്തിയപ്പോൾ കൂടി നിന്നവരുടെ കണ്ണ് ആഹ്ലാദം കൊണ്ട് പ്രകാശിച്ചു. സമാധാനമായി, നമ്മുടെ അമീനാണല്ലോ വരുന്നത്. ഏവർക്കും സ്വീകരണ. അവിടെ കൂടിയവരെല്ലാം മുത്തനബിയോട് വിശദീകരിച്ചു. മുത്തനബി ക്ഷമയോടെ കേട്ടതിന് ശേഷം ഒരു വിരിപ്പ് കൊണ്ടുവരാൻ നിർദ്ദേശിച്ചു. ആ വിരിപ്പ് നിലത്ത് വിരിച്ചുകൊണ്ട് ഹജറുൽ അസ്വദ് ബഹുമാനപൂർവ്വം അതിലേക്ക് എടുത്തു വെച്ചു. ഓരോ ഗോത്രക്കാരിൽ നിന്നും ഓരോരുത്തരെയും തെരഞ്ഞെടുത്തു. ആ തെരഞ്ഞെടുത്തവരോട് ആ വിരിപ്പിൻ്റെ ഓരോ അറ്റത്തും പിടിച്ചു പൊക്കാൻ നിർദ്ദേശിച്ചു. എല്ലാവരും കൂടി പൊക്കി ആ നബിയുടെ തൃക്കരങ്ങൾ കൊണ്ട് ഹജറുൽ അസ്വദ് അഥവാ സ്വർഗീയ കല്ല് അതിൻ്റെ യഥാസ്ഥാനത്ത് സ്ഥാപിക്കുകയും ചെയ്തു. എല്ലാവർക്കും സന്തോഷമായി. നോക്കൂ കൂട്ടുകാരെ, ഈ കെട്ടിപ്പണഞ്ഞ പ്രശ്നം എത്ര നിസ്സാരമായാണ് നമ്മുടെ മുത്തനബി പരിഹരിച്ചത്. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്ന കോടതി കൂടിയായിരുന്നു മുത്തനബി എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കൊച്ചു കഥ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. ജഡ്ജസ് പ്ലീസ്. ഇനി ഈ വേദിയിൽ നടക്കാനുള്ളത് സബ് ജൂനിയർ കഥ പറയൽ, സബ് ജൂനിയർ മലയാള പ്രസംഗം. ആദ്യമായി ഇസ്ഹാഖ് ഷുഫൈൽ. ഓക്കെ, ഇസ്ഹാഖ് ഷുഫൈൽ. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, സ്നേഹനിധികളായ കൂട്ടുകാരെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഈ സുന്ദര മുഹൂർത്തത്തിൽ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അല്പം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. അതിന് നാഥൻ തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. ആരാണ് മുത്ത് മുഹമ്മദ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം? ദക്ഷയിൽ കിടക്കുന്ന മരുഭൂമിയിൽ കടും ചിന്തകളുമായി അറബികളെ ഇരുട്ടിൽ നിന്ന് അകറ്റി അവരിലുണ്ടായിരുന്ന മൂഢത്തരത്തെയും ദുസ്വഭാവത്തെയും ജാഹിലിയായ സംസ്കാരത്തെയും മാറ്റി അഖില ലോക നേതാക്കളാക്കി വിനയത്തിന്റെ കിടാത്ത വിളക്കുകളുമാക്കി സുന്ദരമായ സംസ്കാരത്തിന്റെ ഉജ്ജ്വല പ്രതീകങ്ങളാക്കി മാറ്റിയതിന്റെ മഹത്വം
വിശ്വഗുരു മുഹമ്മദ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. ഡോക്ടർ ബെർനാർഡ് ഷോ പറയുകയാണ്, I like Muhammad's ability. Muhammad was not only perfect but a society and sociality. ഞാൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെടുന്നു. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രവാചകൻ മാത്രമല്ല, മറിച്ച് ഒരു ശാസ്ത്രജ്ഞനും സാമൂഹിക പരിഷ്കർത്താവുമാണ്. നടക്കുന്ന മൃഗങ്ങളെയും പറക്കുന്ന പക്ഷികളെയും എഴുന്ന ജന്തുക്കളെയും നീന്തുന്ന മത്സ്യങ്ങളെയും ഓർക്ക് വർണ്ണജാതി വ്യത്യാസങ്ങളാക്കി മാറ്റി. തർക്കിച്ചിരുന്ന ലോക ജനതയെ ഏതൊപ്പം സഹോദരങ്ങളാക്കി മാറ്റി. കറുത്തവനേക്കാൾ വെളുത്തവനോ അനർബിയേക്കാൾ അറബിക്കൊത്താനും കൽപ്പിക്കാതെ ഹൃദയ ശുദ്ധി കൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുന്നവർക്ക് പദവി നൽകി ബഹുമാനിച്ച് കാരുണ്യത്തിന്റെ ആശ്രയമായി വിമോചനത്തിന്റെ പാദത്തിൽ അയച്ചു കൊടുത്ത ഹബീബുന മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആൾ സ്വാധീനവും സമ്പത്തും കിരീടവും സ്വർണവും മുത്തും മാണിക്യവും എല്ലാം തന്റെ കാലിന്റെ അടിയിൽ ഇരിക്കവേ ചുടാത്ത മണ്ണ് ചുമരന്റെ വീട്ടിൽ ഈ തപ്പന മരകൾ കൊണ്ടുള്ള കൂരയ്ക്ക് കീഴിൽ സ്വന്തം കൈ കൊണ്ട് വീട്ടുപണി ചെയ്തു. ദിവസം ചൂല് കൊണ്ട് അടിച്ചു വൃത്തിയാക്കി കീരപ്പായി പിരിച്ച് AC ഇല്ലാതെ ഫാൻ ഇല്ലാതെ മരുഭൂമിയുടെ മണ്ണിൽ അന്തയുറങ്ങിയ രാജാക്കന്മാരുടെ രാജനായ ചക്രവർത്തിമാരുടെ ചക്രവർത്തിയായ ഹബീബുന മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലാതെ വേറൊരാളുമില്ലെന്ന് നമുക്കിടെ മനസ്സിലാക്കാം. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തുൽ ലിൽ ആലമീൻ. ലോകത്തിന്റെ കാരുണ്യമായിട്ടാണ് അല്ലാഹു അങ്ങേ സംവിധാനിച്ചത്. അതുകൊണ്ട് ലോകത്തിന്റെ കാരുണ്യമായി അവതരിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ബാധ്യത നമുക്ക് പറഞ്ഞു തീർക്കാൻ സാധിക്കുന്നതല്ല. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആ പുന്നാര മുഹമ്മദ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുകയും അനുഭാവനം ചെയ്യുകയും വേണം. അതിന് നാഥൻ തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. വിദ്യാർത്ഥികളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ജൂനിയർ കാറ്റഗറിയുടെ അതായത് 5-6 ക്ലാസ്സിൻ്റെ സ്കിറ്റ് മത്സരം വേദി 5-ൽ അതായത് പുറത്തുള്ള നിസ്കരിക്കുന്ന സ്ഥലത്തിൻ്റെ അപ്പുറത്തുള്ള വേദിയിൽ നടക്കുന്നുണ്ട്. 5-6 ക്ലാസ്സിലെ സ്കിറ്റിൻ്റെ മത്സരാർത്ഥികൾ എത്രയും പെട്ടെന്ന് എത്തിച്ചേരേണ്ടതാണ്. നെക്സ്റ്റ് മുഹമ്മദ് ഷമ്മാസ്, ചെസ് നമ്പർ 1661. അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, കൂട്ടുകാരെ, മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏടുകളിൽ നിന്ന് അല്പം ഞാൻ പറയട്ടെ. എൻ്റെ കൂട്ടുകാരെ, 5 നേരത്തെ നിസ്കാരം ഒരു മുസ്ലിമിന് സംബന്ധിച്ച് നിർബന്ധമാണല്ലോ. നാളെ മഹ്ശറിൽ വെച്ച് അല്ലാഹു ആദ്യം ചോദിക്കുന്ന ചോദ്യം നീ നിസ്കരിച്ചോ എന്നാണ്. മുസ്ലിങ്ങളും മറ്റുള്ളവരും തമ്മിലുള്ള അനുദ്രം നിസ്കാരമാണ്. വളരെ ഖേദകരം പറയട്ടെ, ചിലവർക്ക് നിസ്കാരം താല്പര്യമേ ഇല്ല. ബാങ്കിൻ്റെ വിളി പള്ളിയിൽ നിന്ന് മുഴങ്ങുമ്പോൾ അങ്ങാടിയിലും കടയിലും ഫോണിലും TV-യിലും ധാരാളമായി സമയം ചെലവഴിക്കുന്നവരുണ്ട്. ഒരു കാര്യം കൂടി പറയട്ടെ, 5 നേരത്തെ നിസ്കാരം നിലനിർത്തുക. ഈ അവസരത്തിൽ ഒരു കാര്യം കൂടി പറയാം. മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലിൽ സ്വലാത്ത് ചൊല്ലുക. ഒരു ദിവസം 10 സ്വലാത്തെങ്കിലും ചൊല്ലുക. സ്വലാത്ത് ചൊല്ലുന്നത് വളരെ പുണ്യമുള്ള കാര്യമാണ്. മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചാരത്തേക്ക് ഒരു സ്വലാത്ത് ചൊല്ലാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ കൊച്ചു പ്രസംഗം ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. Next on the stage, chess number 817, Umar Abdullah. അസ്സലാമു അലൈക്കും. ഏറ്റവും ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പറയാനായി ഒരുമിച്ച് കൂടി ഈ സദസ്സ് അള്ളാഹു സ്വീകരിക്കട്ടെ. ആമീൻ. 14 നൂറ്റാണ്ട് മുമ്പ് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ ഭൂജാതനാകുമ്പോൾ അറേബ്യൻ സമൂഹം
കല്ലിനെയും മരത്തിനെയും ആരാധിക്കുന്നവരായിരുന്നു. മനുഷ്യത്വം എന്താണെന്നറിയാത്ത കാട്ടറബി സമൂഹത്തിലേക്കാണ് നബി തങ്ങൾ പിറന്നു വീണത്. ചെറുപ്രായത്തിൽ തന്നെ അൽ അമീൻ എന്ന ഓമന പേര് നബി തങ്ങൾക്ക് ലഭിച്ചു. സ്നേഹവും നീതിയും മനുഷ്യർക്കിടയിൽ പരത്തി. കുറഞ്ഞ കാലം കൊണ്ട് സ്നേഹവും സാഹോദര്യവും മനുഷ്യർക്കിടയിൽ പരത്താൻ നബി തങ്ങൾക്ക് സാധിച്ചു. അതുകൊണ്ട് നാമും സ്നേഹവും നീതിയും മുറുകെ പിടിച്ച് സ്നേഹത്തോടെയും സഹോദരത്തോടെയും കഴിയണമെന്ന് ഓർമ്മപ്പെടുത്തി എൻ്റെ ഈ കൊച്ചു പ്രസംഗം ഇവിടെ വെച്ച് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. നെക്സ്റ്റ് മുഹമ്മദ് ഷാൻ. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, പ്രിയ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അന്ത്യപ്രവാചകൻ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ 2 വാക്ക് പറയാൻ പറ്റിയതിൽ ആദ്യം തന്നെ ഞാൻ അല്ലാഹുവിനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം മൂല്യങ്ങൾ നമ്മൾക്ക് പഠിപ്പിച്ചു തന്നു. അതെല്ലാം എൻ്റെ ഈ കൊച്ചു പ്രസംഗത്തിൽ അവതരിപ്പിക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുണ്ടായി, ഏത് പ്രതിസന്ധി ഘട്ടം വന്നാലും സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ. ഇത് വെറുതെ പറയുക മാത്രമല്ല, അവിടെ നിന്ന് അവൻ്റെ ജീവിതത്തിൽ കാണിച്ചു തരികയും ചെയ്തു. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശത്രുക്കൾ പോലും നബിയെ അൽ അമീൻ എന്ന് വിളിച്ചത്. ഒരു ദിവസം അഹ്വാബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, എനിക്ക് എല്ലാ തെറ്റുകളിൽ നിന്നും ഒരേ സമയത്ത് മാറി നിൽക്കാൻ കഴിയില്ല. ഒരു തെറ്റിൽ നിന്ന് മാത്രമേ മാറി നിൽക്കാൻ കഴിയുള്ളൂ പ്രവാചകരെ. അത് കേട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ ഒരിക്കലും കള്ളം പറയാൻ പാടില്ല. ഈ തെറ്റിൽ നിന്ന് നിങ്ങൾ പിന്മാറണം. ഇത് കേട്ട് അഹ്വാബിക്ക് സന്തോഷമായി. കള്ളം പറയാതെ നിന്നാൽ മാത്രം മതിയല്ലോ, ബാക്കി എല്ലാ തെറ്റുകളും ചെയ്യാമല്ലോ. അടുത്ത ദിവസം അഹ്വാബ് മോഷ്ടിക്കാൻ ഉദ്ദേശം വെച്ച സ്ഥലത്തേക്ക് പോകുമ്പോൾ അയാൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമായിട്ടുള്ള കയാകോമ വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നാളെ മോഷിക്കണോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അയാൾ ആ തെറ്റിൽ നിന്ന് പിന്മാറി. ഇങ്ങനെ എല്ലാ തെറ്റുകൾ ചെയ്യുമ്പോഴും അയാൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമായിട്ടുള്ള കയാകോമ വന്ന് അയാൾ എല്ലാ തെറ്റുകളിൽ നിന്നും പിന്മാറി. ഇങ്ങനെ അയാൾ ഒരു സ്വാലിഹായ മനുഷ്യനായി മാറി. ഇങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അനുയായികളെ ഉപദേശിച്ച് സന്മാർഗത്തിലേക്ക് നയിച്ചിരുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ കൊച്ചു പ്രസംഗം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കുട്ടികളാരും ശബ്ദമുണ്ടാക്കരുത്, ജഡ്ജസിന് ശല്യമാവുന്നുണ്ട്. അതുകൊണ്ട് ആരും സംസാരിക്കരുത്. നെക്സ്റ്റ് ഐസൽ. അസ്സലാമു അലൈക്കും. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദുമാരെ, അസ്സലാമു അലൈക്കും. ഇന്ന് നിങ്ങളെല്ലാവരും സന്തോഷിച്ചല്ലേ? എനിക്ക് നിങ്ങളുടെ മുഖം കണ്ടാൽ മനസ്സിലാവും. എന്നാൽ കുറച്ച് അകലെയുള്ള നമ്മെ കൂട്ടുകാർ സന്തോഷിച്ചല്ല. അതാരാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? അത് നമ്മളുടെ ഗാഥയുടെ കുട്ടികളാണ്. അവർക്ക് കേൾക്കാൻ കഴിയുന്നത് ബോംബിൻ്റെയും മിസൈലിൻ്റെയും വെടിപ്പിൻ്റെയും ശബ്ദമാണ്. ചിലവർക്ക് ഉമ്മല്ല, ഉപ്പല്ല, അനിയനില്ല, ഭക്ഷണവുമില്ല. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളും മക്കക്കാർ ഉപരോധം നടത്തിയത് പോലെ ഇസ്രായേൽ ഫലസ്തീനെ ഉപരോധം നടത്തി. അന്നും ഇന്നും അവർ സഹിക്കുന്നത് പട്ടിണിയും ദാഹമാണ്. നമുക്ക് അവർക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയത് കാര്യം പ്രാർത്ഥനയാണ്.
അള്ളാഹു അവർക്ക് വേണ്ടി ഉന്നത വിജയം നൽകട്ടെ. ആമീൻ. നമുക്ക് ഏതൊരു പരീക്ഷണത്തിലും പറയാൻ കഴിയുന്നത് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്ന് മാത്രമാണ്. നബി പരീക്ഷണത്തിൽ നിന്ന് ഉത്തരമാർദ്ദ നബി ഖുർആനുമാണ്. അള്ളാഹു നമുക്ക് പരീക്ഷ നൽകുന്ന നമ്മളെ ഈമാൻ നോക്കുകയാണ്. ഈ അള്ളാഹു നമ്മെ കടുത്ത പരീക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കി തരണേ. ആമീൻ. ഇത് പറഞ്ഞ് ഞാൻ നിർത്താൻ പോവുകയാണ്. അസ്സലാമു അലൈക്കും. ഈ മത്സരത്തിന് ശേഷം ഈ വേദിയിൽ നടക്കാനുള്ളത് ജൂനിയർ വിഭാഗത്തിൻ്റെ ഗ്രൂപ്പ് സോങ് ആണ്. എല്ലാ വിദ്യാർത്ഥികളും 5-6 ക്ലാസ്സിലെ ഗ്രൂപ്പ് സോങ്ങിൻ്റെ വിദ്യാർത്ഥികൾ വേദിയിൽ വന്നിരിക്കണം. അവസാനമായി ചെസ് നമ്പർ 116 മുഹമ്മദ് റസീൻ. കുട്ടികളാരും സംസാരിക്കരുത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൻ നബിയിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, സ്നേഹം നിറഞ്ഞ രക്ഷിതാക്കളെ, പ്രിയ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നിങ്ങളോട് സംസാരിക്കാൻ അവസരം ലഭിച്ചതിൽ ആദ്യം തന്നെ ഞാൻ അള്ളാഹുവെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. മുത്തുനബി തങ്ങൾ ധാരാളം മൂല്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നു. എൻ്റെ ഈ കൊച്ചു പ്രസംഗത്തിൽ അതെല്ലാം വിശദീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം ഞാൻ നിങ്ങളോട് പങ്കുവെക്കാം ഇൻഷാ അല്ലാഹ്. മുത്തുനബി തങ്ങൾ ഒരിക്കൽ പറയുകയുണ്ടായി, ഏത് ഘട്ടം വന്നാലും സത്യം മാത്രമേ പറയാവൂ. ഇത് വെറുതെ പറയുക മാത്രമല്ല, അവിടുന്ന് ചെയ്ത് അത് ജീവിതത്തിലൂടെ കാണിച്ചു തരികയും ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് മുത്തുനബിയെ ശത്രുക്കൾ പോലും അൽ അമീൻ എന്ന് വിളിച്ചത്. ഒരിക്കൽ ഒരു അറാബി നബിയുടെ അടുത്ത് വന്നുകൊണ്ട് പറഞ്ഞു, നബിയെ, എനിക്ക് എല്ലാ തെറ്റുകളിൽ നിന്നും ഒരേ സമയം മാറി നിൽക്കാൻ കഴിയില്ല പ്രവാചകരെ. ഏതെങ്കിലും ഒരു തെറ്റിൽ നിന്ന് മാത്രമേ മാറി നിൽക്കാൻ കഴിയൂ നബിയെ. ഈ സമയം നമ്മുടെ നബി ആ അറാബിയോട് പറഞ്ഞു, നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും കള്ളം പറയരുത്. ഈ ഒരു തെറ്റിൽ നിന്ന് മാറി നിൽക്കണം. ഇത് കേട്ട അറാബിക്ക് സന്തോഷമായി. കള്ളം പറയാതിരുന്നാൽ മാത്രം മതിയല്ലോ എന്ന് കരുതി സന്തോഷിച്ചു. അങ്ങനെ അദ്ദേഹം അടുത്ത ദിവസം മോഷ്ടിക്കണമെന്ന ഉദ്ദേശത്തോടെ ഒരു വീട്ടിലേക്ക് പോവുകയായിരുന്നു. ഈ സമയത്താണ് നബിയുമായിട്ടുള്ള കരാർ അദ്ദേഹത്തിന് ഓർമ്മ വന്നത്. നാളെ മുത്തുനബി തങ്ങൾ മോഷ്ടിച്ചോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ എന്ന് ഓർത്തപ്പോൾ അയാൾ മോഷശ്രമത്തിൽ നിന്ന് പിന്മാറി. ഇങ്ങനെ ഓരോ തെറ്റുകൾ ചെയ്യുമ്പോഴും നബിയുമായിട്ടുള്ള കരാർ ഓർമ്മ വരികയും എല്ലാ തെറ്റുകളിൽ നിന്ന് ഒഴിഞ്ഞു മാറി സ്വാലിഹായ മനുഷ്യനായി ജീവിക്കുകയും ചെയ്തു. ഇങ്ങനെയാണ് പ്രവാചകൻ അവിടുത്തെ അനുയായികളെ ഉപദേശിച്ച് സന്മാർഗത്തിലേക്ക് നയിച്ചിരുന്നത്. ഇത്രയും പറഞ്ഞ് എൻ്റെ ഈ കൊച്ചു പ്രസംഗം അവസാനിപ്പിക്കുന്നു. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇതോടെ സബ് ജൂനിയർ മലയാള പ്രസംഗം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി ഈ വേദിയിൽ നടക്കുന്നത് ജൂനിയർ ഗ്രൂപ്പ് സോങ് ആണ്. വിദ്യാർത്ഥികളെല്ലാവരും സ്റ്റേജിൻ്റെ അടുത്തേക്ക് എത്തിയിരിക്കണം.
ഷഹദാൻ 5ാം ക്ലാസ്സിലെ ഷഹദാൻ ഇവിടെ സ്റ്റേജിൻ്റെ അടുത്ത് പോവാ. ഞാൻ പറയാം. ഓർഡർ അനുസരിച്ചാണ് ഞാൻ വായിക്കുന്നത്. ഫസ്റ്റ് ഗ്രൂപ്പ് മുഹമ്മദ് അമാൻ PV ആൻഡ് പാർട്ടി, സെക്കൻഡ് മുഹമ്മദ് ഇന്തിസാം ആൻഡ് ഷഹദാൻ, തേർഡ് ഫാസിഹ് റാദി ആൻഡ് ഇഹ്സാൻ, ഫോർത്ത് മുഹമ്മദ് ഇഷാൻ ഇഹാൻ ആൻഡ് മുഹമ്മദ് യസിൻ, ഫിഫ്ത്ത് ഹാദി റസൻ ഇസ്മായിൽ മുഹമ്മദ് അദ്നാൻ, സിക്സ്ത് റസീൻ ഷെഫിൻ ആൻഡ് മഷ്ഹൂദ്, സെവൻത്ത് സുഹൈൽ ആൻഡ് മുഹമ്മദ് ആഹിൽ, എയ്ത്ത് അദ്നാൻ ഐമൻ ആൻഡ് ഫൗസാൻ, നയൻത്ത് അബ്ദുൽ ബാസിദ് ഫാരിസ് ആൻഡ് മുഹമ്മദ് സയാൻ, 10th മൻഹാം ആൻഡ് ഹംദാൻ. ജൂനിയർ First on the stage, Muhammad Aman PV and party. ആരും സംസാരിക്കരുത്, വാശിയേറിയ മത്സരങ്ങളാണ്. അതുകൊണ്ട് ജൂറീസിന് ശല്യമുണ്ടാവരുത്. കുട്ടികൾ ആരും സംസാരിക്കരുത്, ശബ്ദം ഉണ്ടാക്കരുത്. മോനെ, ഹലോ, ശബ്ദം ഉണ്ടാക്കരുത് കേട്ടോ, ആരും സംസാരിക്കരുത്. ഡഫാരും ഇവിടുന്ന് ഉപയോഗിക്കരുത്. അസ്സലാമലൈക്കും. سال دمعي الشقا يا حبيبي إليك فاض قلبي عشقا بالصلاة عليك طارت روحي حبا في المنام إليك روما كل قربان سيدي لبيك قلبي في المدينة ولا السكينة قال يا نبينا السلام عليك قلبي في المدينة ولا السكينة محمد نبينا السلام عليك صلوات الله وسلامه عليك يا رسول الله صلوات الله وسلامه عليك يا حبيب الله صلوات الله وسلامه عليك يا حبيب الله صلوات الله وسلامه عليك يا رسول الله حبيب الله رسول الله حبيب الله
كم مهن إليه للكبال الخضرات يتصلي عليه يا جد الحسنين محمد يا زين يا من جئتنا بشرى طه نور العين قلبي في المدينة ولد السكينة قال يا نبينا السلام عليك قلبي في المدينة ولد السكينة محمد نبينا السلام عليك صلوات الله وسلامه عليك يا رسول الله صلوات الله وسلامه عليك يا حبيب الله صلوات الله وسلامه عليك يا رسول الله صلوات الله وسلامه عليك يا حبيب الله رسول الله حبيب الله رسول الله حبيب الله قلبي في المدينة ولا السكينة محمد نبينا السلام عليك قلبي في المدينة وجد السكينة محمد نبينا السلام عليك السلام عليكم ورحمة الله وبركاته സീനിയർ വിദ്യാർത്ഥികളുടെ സ്കിറ്റ് മത്സരം വേദി 5-ൽ, അതായത് ഇതിന് പുറത്തുള്ള വേദിയിൽ നടക്കുന്നുണ്ട്. സീനിയർ വിദ്യാർത്ഥികൾ എത്രയും പെട്ടെന്ന് സ്കിറ്റിന് പേര് കൊടുത്തവർ അവിടെ എത്തിച്ചേരേണ്ടതാണ്. വാശിയേറിയ മത്സരങ്ങൾക്ക് നടുവിൽ ഇപ്പോഴത്തെ പോയിന്റ് നില അനുസരിച്ച് ദുൽദുൽ മുന്നിട്ട് നിൽക്കുകയാണ്, 164 പോയിന്റ്സ്. തൊട്ടു പിന്നിൽ ബുൽബുൽ 157, ഹുദ്ഹുദ് 140 എന്ന രീതിയിലാണ് ഇപ്പോഴത്തെ പോയിന്റ് നില. നെക്സ്റ്റ് മുഹമ്മദ് ഇന്തിസാം, മുഹമ്മദ് ഷഹദാൻ. സംസാരിക്കരുത്, മത്സരാർത്ഥികൾ സംസാരിക്കരുത്. അസ്സലാമു അലൈക്കും. ഹലോ പൂ പോലെ വന്നതല്ലേ ഒരുവന്റെ ദൂതർ പിറന്നതല്ലേ മക്കത്തെ മുഖ്യ ഖുറൈശി വീട്ടിൽ മഹ്മൂദ് ത്വാഹ ജനിച്ചതല്ലേ ചന്ദ്രപ്പൂ പോലെ വന്നതല്ലേ ഒരുവന്റെ ദൂതർ പിറന്നതല്ലേ മക്കത്തെ മുഖ്യ ഖുറൈശി വീട്ടിൽ മഹ്മൂദ് ത്വാഹ ജനിച്ചതല്ലേ യാ നബി സലാം യാ റസൂൽ സലാം ഹാതിമുൻ നബിയിൽ ആയിരം സലാം യാ നബി സലാം യാ റസൂൽ സലാം ഹാതിമുൻ നബിയിൽ ആയിരം സലാം ഒരു ചന്ദ്രപ്പൂ പോലെ വന്നതല്ലേ ഒരുവന്റെ ദൂതർ പിറന്നതല്ലേ മക്കത്തെ മുഖ്യ ഖുറൈശി വീട്ടിൽ മഹ്മൂദ് ത്വാഹ ജനിച്ചതല്ലേ ഒരു തിളങ്ങിയ മണിവിളക്കത്തും മതിയിലുമഴകെ തെളിപകർന്നിലും മഹിലകിലെ മധുരലകിലെ ഒളിത്തിളങ്ങിയ മണിവിളക്കത്തും മതിയിലുമഴകെ തെളിപകർന്നിലും മഹിലകിലെ മധുരലകിലെ നബിയെ മലർത്താജ നബിയെ താരപ്രഭയെ തളിർപ്പൂവിൻ അഴകെ നബിയെ മലർത്താജ നബിയെ താരപ്രഭയെ തളിർപ്പൂവിൻ അഴകെ ഒരു ചന്ദ്രപ്പൂ പോലെ വന്നതല്ലേ
ഒരുവന്റെ ദൂതർ പിറന്നതല്ലേ മക്കത്തെ മുഖ്യ ഖുറൈശി വീട്ടിൽ മഹ്മൂദ തോഹ ജനിച്ചതല്ലേ തോഹ നബിയെ മലർത്താജ നബിയെ താരപ്രഭേ തളിർപ്പൂവിനഴകെ ഹൈറുൽ ബശറെ നബി ഹാത്തിം നിധിയെ ഹല്ലാക്കുടയോ പ്രേമരും മതിയെ ഒരു ചന്ദ്രപ്പൂ പോലെ വന്നതല്ലേ ഒരുവന്റെ ദൂതർ പിറന്നതല്ലേ മക്കത്തെ മുഖ്യ ഖുറൈശി വീട്ടിൽ മഹ്മൂദ ത്വാഹ ജനിച്ചതല്ലേ ചന്ദ്രപ്പൂ പോലെ വന്നതല്ലേ ഒരുവന്റെ ദൂതർ പിറന്നതല്ലേ മക്കത്തെ മുഖ്യ ഖുറൈശി വീട്ടിൽ മഹ്മൂദ ത്വാഹ ജനിച്ചതല്ലേ യാ നബി സലാം യാ റസൂൽ സലാം ഹാത്തിമുൻ നബിയവരിൽ ആയിരം സലാം യാ നബി സലാം യാ റസൂൽ സലാം ഹാത്തിമുൻ നബിയവരിൽ ആയിരം സലാം ഹാത്തിമുൻ നബിയവരിൽ ആയിരം സലാം അസ്സലാമു അലൈക്കും. വിദ്യാർത്ഥികൾ സംസാരിക്കരുത്. Next third, Fasih and party. Fasih, Radi Muhammad, Ihsan Shabir. സംസാരിക്കരുത് ആരും. മോനെ അസ്സലാമലൈക്കും. സലാം സലാം നബീന ഫലാഹില സഫീന പുകൾപതി മദീന പൂർണ്ണ കമർ സമാന സലാം സലാം നബീന ഫലാഹില സഫീന പുകൾപതി മദീന പൂർണ്ണ കമർ സമാന ഉദക്കമേ ത്വാഹ പദക്കമേ സ്നേഹ തിളക്കമേ മോഹക്കനി നബീന ഉദക്കമേ ത്വാഹ പദക്കമേ സ്നേഹ തിളക്കമേ മോഹക്കണി നബീന സലാം 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 നബീന ഫലാഹില സഫീന പുകൾപതി മദീന പൂർണ്ണ കമർ സമാന സലാം സലാം നബീന ഫലാഹില സഫീന പുകൾപതി മദീന പൂർണ്ണ കമർ സമാന മികപ്പുകൾ പാടാം പ്രഭാവേ മുഹബ്ബത്ത് കോർക്കാം നിലാവേ മികപ്പുകൾ പാടാം പ്രഭാവേ മുഹബ്ബത്ത് കോർക്കാം നിലാവേ തരുൾ ചേലിലങ്കുന്ന മദീന മദീന കരൾ കണിയെന്നെന്നും നബീന നബീന തരുൾ ചേലിലങ്കുന്ന മദീന മദീന കരൾ കണിയെന്നെന്നും നബീന നബീന അസുലഭ സുഖ സന്നിധി ത്വയ്യിബാവനി അഷ്ഹദി പൊരുളേ നബി മധുരക്കനി അസുലഭ സുഖ സന്നിധി ത്വയ്യിബാവനി അഷ്ഹദി പൊരുളേ നബി മധുരക്കനി സലാം 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 നബീന ഫലാഹില സഫീന പുകൾപതി മദീന പൂർണ്ണ കമർ സമാന സലാം സലാം നബീന ഫലാഹില സഫീന പുകൾപതി മദീന പൂർണ്ണ കമർ സമാന സുവർഗത്തിൻ പാദ റസൂലേ സുമരസ ഗാദ സബീലേ സുവർഗത്തിൻ പാദ റസൂലേ സുമരസ ഗാദ സബീലേ മധുരസപ്പൂമാരി നബീന നബീന മതിലെങ്കിടം തീരം മദീന മദീന മധുരസപൂമാരി നബീന നബീന മദീലങ്കിടും തീര മദീന
സുലഭസുഖ സന്നിധി ത്വയ്ബവനി അഷ്ഹദിൻ പൊരുളേ നബി മധുരക്കനി അസുലഭ സുഖസന്നിധി ത്വയ്ബവനി അഷ്ഹദിൻ പൊരുളേ നബി മധുരക്കനി സലാം 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 നബീന ഫലാഹില സഫീന പുകൾ പതി മദീന പൂർണ്ണ കമർ സമാന സലാം സലാം നബീന ഫലാഹില സഫീന പുകൾ പതി മദീന പൂർണ്ണ കമർ സമാന ഉദക്കമേ ത്വാഹ പദക്കമേ സ്നേഹ തിലക്കമേ മോഹക്കണി നബീന ഉദക്കമേ ത്വാഹ പദക്കമേ സ്നേഹ തിലക്കമേ മോഹക്കണി നബീന സലാം സലാം നബീന ഫലാഹില സഫീന പുകൾ പതി മദീന പൂർണ്ണ കമർ സമാന സലാം സലാം നബീന ഫലാഹില സഫീന പുകൾ പതി മദീന പൂർണ്ണ കമർ സമാന. അസ്സലാമു അലൈക്കും.